നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ സർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും അത്യാവശ്യമില്ലെങ്കിൽ ഇന്ദ്രജയെ ഞാൻ കാണണമെന്ന് പറയില്ലല്ലോ. അന്നത്തെ ആ നന്ദിനിയുടെ ഇഷ്യൂ കാരണം ഞാനിപ്പോ CMന്റെ നോട്ടപ്പുള്ളിയാ. ഒരു താക്കീത് തന്ന് നിർത്തിയിരിക്കുന്നേ ഉള്ളൂ. ഫോൺ വരെ ടാപ്പ് ചെയ്യാൻ ചാരന്മാരുണ്ട്. എന്താ സർ സീരിയസ് മാറ്റർ? കോടതി ജയരാമന് ജാമ്യം അനുവദിച്ചു. വാട്ട്? സത്യം. ജയിലിൽ എനിക്ക് ആളുകളുണ്ടല്ലോ, അവിടുന്ന് തന്നെയാ ഞാൻ ഈ വിവരം അറിഞ്ഞത്. മകളുടെ വിവാഹകാര്യം പറഞ്ഞിട്ടാ ഈ ജാമ്യം കിട്ടിയിരിക്കുന്നത്. ജാമ്യം നേടിക്കൊടുക്കാൻ ശ്രമിച്ചത് ACP കാർത്തിക. ഒരു കാരണവശാലും അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനും കല്യാണ ചടങ്ങുകൾക്ക് എത്താനും അനുവദിക്കരുത് സർ. ജയറാമിന്റെ ജാമ്യം തടയണം. അവൻ സബ് ജയിലിൽ നിന്നും പുറത്തിറങ്ങരുത്. അനുവദിച്ച ജാമ്യം സ്റ്റേ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ഏതു മാർഗം സ്വീകരിച്ചാലും വേണ്ടില്ല. എത്ര രൂപ വേണമെങ്കിലും ഞാൻ മുടക്കാം. പക്ഷേ അവൻ അവന്റെ മകളുടെ കല്യാണ ചടങ്ങുകൾക്ക് എത്തരുത്. ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു മാർഗം. ജയിലിനുള്ളിൽ വെച്ച് തന്നെ അത് നടപ്പാക്കണം. ഇവിടെയൊക്കെ ഇനി ഒളിച്ചു നിൽക്കുന്നത് വലിയ ആപത്താ. ശരിയാ. എല്ലാ സ്ഥലത്തും കല്യാണ ചർച്ചകളും തിരക്കുകളാ. നമ്മൾ തമ്മിൽ ഇനിയുള്ള കാഴ്ചകൾ വലിയ പാടാ. എന്താ നെക്സ്റ്റ് പ്രോഗ്രാം? ഒന്ന് വേഗം പറ. അതെ, ഇതൊരു പർദ്ദയാണ്, ഒരു കരുതൽ. ഇവിടെ നിന്ന് മുങ്ങാൻ ചിലപ്പോൾ നിനക്കിത് വേണ്ടി വരും. എങ്ങനെയാ നമ്മുടെ പരിപാടി? നാളെ ഹൽദി ചടങ്ങിന് മുമ്പ് മുത്തശ്ശി ആ പണം അച്ഛനും അമ്മയ്ക്കും കൈമാറും. നിന്റെ അച്ഛനും അമ്മയും തീവെട്ടിക്കൊള്ളക്കാരാ. അവരോട് ആ പണം വാങ്ങിക്കാൻ നീ കുറച്ച് പാടുപെടും. അതൊന്നുമില്ല, അവരെ വിറ്റ പണം എന്റേലുണ്ട്. നീ ബാക്കിയും കൂടെ കേക്ക്. ആ പണം കയ്യിലോട്ട് കിട്ടിയ ആ നിമിഷം നമുക്ക് ഇവിടുന്ന് ചാടാം. പിന്നെ സൈലന്റ് മോഡില് എപ്പോഴും നിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാവണം. എന്തേലുണ്ടാവും, നിന്തേലുണ്ടായാ മതി. എടീ, മൊബൈൽ ഫോൺ എന്റെ ഹൃദയമല്ലേ. ഹൃദയമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? പുറത്ത് കാർ ഒരുങ്ങി കിടപ്പുണ്ടാവും. പണം കിട്ടിയ ഉടനെ ഞാൻ നിനക്ക് മെസ്സേജ് തരും. നീ ഓടി കാറിനടുത്തേക്ക് വന്നേക്കണം. ശരിയടാ. ഈ പ്ലാൻ പൊളിഞ്ഞ പിന്നെ എന്റെ മരണമായിരിക്കും. എടീ, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാതെ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. അതെ, ആവശ്യം വന്നാ പർദ്ദ ഉപയോഗിക്കണം. ശരി. ആരാത്? ആരാന്ന്? ഈശ്വര, ഇനി പ്രേതമാണോ? എന്റെ ഒരു വല്യമ്മായി കെട്ടി തൂങ്ങി ചത്തിട്ടുണ്ട്. അവരെ അറുകൊലയായി രാത്രി കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞും കേട്ടിട്ടുണ്ട്. അയ്യോ, ഇനി അവരെങ്ങാനും ആണോ? അമ്മായി, അയ്യോ എന്റെ അമ്മേ. മറ്റന്നാൾ മുതൽ നീ സീമന്തിനിയാ. ഞാൻ തൽക്കാലം സീമന്തിനൊന്നും ആവുന്നില്ല. ആ സത്യം എൻ്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. പാവം, എൻ്റെ അമ്മയോട് കള്ളത്തരൊന്നും പറയാൻ തോന്നുന്നില്ല. ഉള്ള സത്യങ്ങള്
അമ്മയോട് വെട്ടിത്തുറന്ന് പറഞ്ഞാലോ? കല്യാണം കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നിന്റെ ഭർത്താവാണ്. ഒരു മനസ്സും രണ്ട് ശരീരവുമായ പിന്നീട് നിങ്ങൾ ജീവിക്കേണ്ടത്. സ്നേഹിച്ച് ജീവിക്കുക. സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പരാജയപ്പെട്ടു പോയ ഒരു ജീവിതത്തിലെ നായികയാണ് ഞാൻ. അത് എന്നെ താലി കെട്ടിയവന്റെയോ എന്റെയോ കുറ്റം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പ്രസവിക്കില്ലെന്ന് ഒരു ഡോക്ടർമാരും തീർത്ത് പറഞ്ഞിട്ടുമില്ല. എന്റെ ഭർത്താവ് സ്നേഹം കൊണ്ട് എന്നെ തോൽപ്പിച്ചു. വളരെ നല്ലവനായ ഒരു മനുഷ്യനായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് ചോദിച്ച എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. നീ. എന്റെ മീനാക്ഷിയെ എനിക്ക് മകളായി തരണമെന്ന് ദൈവത്തിന്റെ തിരക്കഥയില് എന്നെ എഴുതിയതാ. അമ്മേ, മനുഷ്യരെഴുതിയ കഥകൾ അവർ തന്നെ തിരുത്തും പോലെ ദൈവം തന്റെ മക്കളായ മനുഷ്യരുടെ കഥ തിരുത്തുവോ? അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക. രണ്ട് സ്വഭാവക്കാരായതുകൊണ്ട് ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്ത് പിണക്കമുണ്ടായാലും ആരെങ്കിലും ഒരാളെ ക്ഷമിക്കാൻ തയ്യാറാവണം. വൈശാഖ് ക്ഷമിച്ചില്ലെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ചേക്കണം. നാളെ മഞ്ഞൾ കല്യാണോ? ഇന്ന് ഞാൻ സത്യം അമ്മയോട് പറഞ്ഞ വേണ്ട. അവൻ അവന്റെ കാമുകിയുമായിട്ട് മുങ്ങുമല്ലോ, അതോടെ പ്രശ്നവും തീരും. അത് മതി. ജീവിതാന്ത്യം വരെ കൂടെ ഉണ്ടാവുന്നത് ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയോ. ഇടയ്ക്കുള്ള ജീവിതത്തിലേക്ക് വിരുന്ന് വരുന്നവരാ മക്കൾ. ഇപ്പൊ മീനാക്ഷി ഞങ്ങളെ വിട്ട് ഭർത്താവിനൊപ്പം ചേരുന്ന പോലെ അവരും പോവും. എന്നുവെച്ച് മക്കളെ വെറുക്കണമെന്നോ മറക്കണമെന്നോ അല്ല അതിനർത്ഥം. നിന്റെ ജീവിതത്തിലെ നിന്റെ കാണപ്പെട്ട ദൈവം നിന്റെ ഭർത്താവ് തന്നെയാ. എനിക്ക് എന്റെ കാണപ്പെട്ട ദൈവം എന്റെ ഈ അമ്മ തന്നെയാ. മോളെ, എനിക്കിപ്പോഴും ഒരു സങ്കടമേ ഉള്ളൂ അമ്മ. അമ്മയോടിങ്ങനെ നുണ പറയേണ്ടി വരുന്നതിന്. സഹായിക്കാമെന്ന് ഏറ്റുപോയി വാക്ക് തിരുത്തുന്നത് വലിയ തെറ്റാണെന്ന് തോന്നി. അതുകൊണ്ട് അമ്മ ക്ഷമിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.